പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി. ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് RRTക്ക് പുലിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത്. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. നിഖിൽ, പുലിയെ ഇപ്പോൾ സുരക്ഷിതമായി എന്ന് പറയാവുന്ന തരത്തിൽ കൂട്ടിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറെ മണിക്കൂറുകൾ അത് കമ്പിവേലിയിൽ കുടുങ്ങി രക്ഷപ്പെടാനുള്ള പ്രയത്നം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപക്ഷെ അത് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും വിജയകുമാർ, ഇപ്പോൾ ഈ കൂട്ടിലാക്കി കഴിഞ്ഞു, പുലിയെ സുരക്ഷിതമായി തന്നെ കൂട്ടിലാക്കി കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ നടപടി എന്ന് പറയുന്നത് വളരെയധികം സാഹസികമായിരുന്നു. സത്യത്തിൽ ഈ മയക്കുവെടി പുലിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഈ കൂട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം സാഹസികമായിട്ടുള്ളൊരു നടപടി തന്നെയായിരുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള RRT സംഘവും വനവകുപ്പ് ഉദ്യോഗസ്ഥരും വളരെയധികം പ്രയാസപ്പെട്ടാണ് കൂടിനകത്തേക്ക് അതിനെ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കൂടിനകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന വേളയിലും നന്നായി തന്നെ ഈ RRT സംഘത്തിന് നേരെ അത് പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി, മുരളുന്ന സാഹചര്യം ഉണ്ടായി. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സുരക്ഷിതമായി കൂടിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഏത് വനവകുപ്പ് കേന്ദ്രത്തിലേക്കാണ്, ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടില്ല. അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ അടക്കം ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ അടക്കം നേതൃത്വത്തിൽ എവിടേക്ക് മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അവർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് തൃശ്ശൂരിൽ നിന്നുള്ള ടീം. ഭയങ്കര ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പുലി ഇവർക്ക് നേരെ ഇങ്ങനെ പാഞ്ഞ് അടുക്കുന്നു. ആ സമയത്തൊക്കെ അതിനെ എന്ത് വെച്ചാൽ നിങ്ങൾ പ്രതിരോധിച്ചത്? ഒരു ഷീൽഡ് വെച്ചിട്ട് അവരിങ്ങനെ പ്രതിരോധിക്കുകയായിരുന്നു. വളരെ സാഹസികമായിരുന്നു. അവർക്കെതിരെ അതിനെ ആ മയക്കുവെടി പൂർണ്ണമായി കൊണ്ടിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഫുള്ള് സഡേഷൻ ആയിരുന്നില്ല സാർ, അത് ബൗൺസ് ചെയ്ത് പോയി. നിങ്ങൾ അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണ്? അറ്റാക്കിംഗ് ആണ് മെയിനായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. അതാണ് ഷീൽഡ് നമ്മൾ കയ്യിൽ വയ്ക്കാനുള്ള കാരണം. കറക്റ്റ് അത് അറ്റാക്ക് ചെയ്ത് ഷീൽഡ് വെച്ച് തട്ടി ആളുള്ളിൽ പോയ ശേഷം നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് ഡോർ ക്ലോസ് ചെയ്ത് നമ്മൾ ആനിമലിനെ മാക്സിമം സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു. വളരെ കാമാണ് ഇപ്പോൾ അനിമൽ. ഇപ്പോൾ നിലവിൽ ആരോഗ്യ പ്രശ്നം. ബാക്കി കൂടുതൽ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറയാം. ഡേവിഡ് ഡോക്ടർ കുറച്ച് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഈ കൂട് തുറക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അല്ല, കൂടൊക്കെ വളരെ ഡോറൊക്കെ ഓപ്പണൊക്കെ പെട്ടെന്ന് എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വലിയ ആശങ്കയായിരുന്നു വിജയകുമാർ. കാരണം ഇത് ഈ പുലി അവിടെ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നത് ഏത് അളവിലാണ്, ഏത് തരത്തിലാണ് അതിൻ്റെ കൈ കുരുങ്ങിയിട്ടുള്ളത് എന്നുള്ള സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇവരരികിലേക്ക് ആദ്യം എത്തി നോക്കുന്നു. അപ്പോഴൊക്കെ ഇവർക്ക് നേരെ ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാടധികം സമയം അതേ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു അരികിലേക്ക്, ഈ കൂടുമായിട്ട് അരികിലേക്ക് എത്തുന്നതോടുകൂടി പുലിയുടെ ഒരു രീതി മാറാൻ തുടങ്ങി. വളരെ അഗ്രസീവായി ഈ സംഘത്തിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറ്റും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് ഇതിനോടകം തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുലിയെ മാറ്റും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു പ്രാഥമികമായ പരിശോധന പൂർത്തിയാക്കി ഇനി എങ്ങോട്ടാണ് പുലിയെ മാറ്റേണ്ടത്, പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ നൽകണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇനി ഏർപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും ഒരുപാടധികം കാലം ഈ മേഖലയെ ആകെ ആശങ്കയിലാക്കിയ ഒരു പുലിയാണ് ഇപ്പോൾ വലയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇനി ഒരു പുലിയുടെ സാന്നിധ്യം കൂടി ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ കൂടി പിടികൂടിയാൽ മാത്രമേ തങ്ങൾക്ക് ഒരു ആശ്വാസമാകൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും പല ദിവസങ്ങളിലായി രാവിലെ മറ്റും ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരുന്നതാണ് ഈ പുലിയെ. അവർ ഈ തോട്ടങ്ങളിലും മറ്റും പറമ്പുകളിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ നിരന്തരം അവരുടെ മുന്നിൽ പെട്ടിരുന്ന ഒരു പുലിയാണ്. അതാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം അതിനെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം മതിയായ ചികിത്സകളും മറ്റും നൽകി തുടങ്ങും. വിജയകുമാർ. യെസ്, കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി അത് ഏറെ മണിക്കൂറുകൾ കുടുക്കിൽ പെട്ടിരുന്നു. അതിനെ വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സാഹസികമായി എന്ന് പറയാം RRT സംഘം അതിനെ കൂട്ടിലാക്കിയിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങൾ അതിനില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർമാർ പരിശോധിക്കും. അതിനുശേഷം എവിടേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അത്തരം തീരുമാനങ്ങൾ ഉടനെടുക്കും. ആ മേഖലയിൽ ഭീതി വിതച്ച 2 പുലികളിൽ ഒന്നാണ് ഇപ്പോൾ കൂട്ടിലായത് എന്നൊരു ആശ്വാസം കൂടി നാട്ടുകാർക്കുണ്ട്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ പുലിക്കുമില്ല എന്നാണ് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട്ട് നിന്ന്.